പി. സുമംഗല എഴുതിയ വിക്രമാദിത്യൻ്റെ സിംഹാസനം. പണ്ട് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലുണ്ടായിരുന്ന ദിവ്യപശുവായ കാമധേനുവിനെ വിശ്വാമിത്രമുനി പിടിച്ചുകൊണ്ടുപോയി. പശുവിനെ തിരിച്ചു കിട്ടാൻ വസിഷ്ഠൻ മലമുകളിൽ തീക്കുണ്ഡമുണ്ടാക്കി യാഗം ചെയ്തു. യാഗത്തീയിൽ നിന്ന് ഒരു ദിവ്യപുരുഷൻ പൊന്തി വന്ന് പശുവിനെ വീണ്ടെടുത്ത് വസിഷ്ഠമുനിക്ക് കൊടുത്തു. ചക്രവർത്തിയായി തീരട്ടെ എന്ന് വസിഷ്ഠൻ ആ ദിവ്യപുരുഷനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഭോജരാജാവായി ജനിച്ചത്. മാളവദേശത്തിൻ്റെ തലസ്ഥാനമായ ധാരാനഗരത്തിൽ ഭോജരാജകുമാരൻ പിറന്നു. കുട്ടിക്കാലത്ത് തന്നെ കുമാരൻ്റെ അച്ഛൻ മരിച്ചുപോയി. വലിയച്ഛനായ മുഞ്ചരാജാവാണ് പിന്നെ കുമാരനെ വളർത്തിയത്. ഒരിക്കൽ വലിയൊരു ജ്യോത്സ്യൻ മുഞ്ചരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. ഭോജരാജനെ കണ്ട് ജ്യോത്സ്യൻ അത്ഭുതപ്പെട്ടു. ഈ ഉണ്ണി ലോകപ്രസിദ്ധനായ ചക്രവർത്തിയായി തീരും എന്ന് പ്രവചിച്ചു. മുഞ്ചരാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അനുജൻ്റെ മകൻ ചക്രവർത്തിയാവുന്നത് തനിക്കും തൻ്റെ മക്കൾക്കും ദോഷമാണുണ്ടാക്കുക എന്ന് രാജാവിന് തോന്നി. അദ്ദേഹം മന്ത്രിയെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, താങ്കൾ ഇന്നു രാത്രി തന്നെ ഭോജരാജനെ കാളിക്ക് ബലി കൊടുക്കണം. അതിനൊരു തെളിവും കൊണ്ടുവരണം. ഓമനയായ രാജകുമാരനെ ബലി കൊടുക്കാൻ മന്ത്രിക്ക് മനസ്സുണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം രാജാവിനെ പേടിച്ച് രാത്രിയിൽ കുമാരനെയും കൊണ്ട് കാളിക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ വന്ദിച്ച ശേഷം കുമാരനെ കാര്യമറിയിച്ചു. ഭോജരാജന് കുലുക്കമുണ്ടായില്ല. തന്നെ ബലി കൊടുത്തുകൊള്ളാൻ അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ മന്ത്രി അതിന് തയ്യാറായില്ല. അദ്ദേഹം രാജകുമാരൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ചു ചോര അടയാളമായി തന്നാൽ മതിയെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. രാജകുമാരൻ തൻ്റെ ദേഹത്തിൽ കുത്തി കുറച്ചു ചോരയെടുത്ത് അതിൽ വാൾമുന മുക്കി ഒരു മരപ്പട്ടയിൽ ഒരു പദ്യം എഴുതി മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. ജീവിതം എളുപ്പത്തിൽ നശിക്കുന്നതാണെന്നും പാപപുണ്യങ്ങൾക്ക് തക്ക ഫലമുണ്ടാവുമെന്നുമായിരുന്നു ആ ശ്ലോകത്തിൻ്റെ സാരം. മന്ത്രി ചോര പുരണ്ട മരപ്പട്ട വാങ്ങി ആരും അറിയാത്ത ഒരു സ്ഥലത്ത് രാജകുമാരനെ താമസിപ്പിച്ച് രാജാവിൻ്റെ അടുത്തു ചെന്ന് ചോരയിൽ മുങ്ങിയ വാളും ശ്ലോകമെഴുതിയ മരപ്പട്ടയും കൊടുത്ത് ബോധ്യപ്പെടുത്തി. ശ്ലോകം വായിച്ച് മുഞ്ചരാജാവിന് പരിഭ്രമമായി. താൻ ചെയ്തത് മഹാപാപമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മന്ത്രിയെ വിളിച്ച് തൻ്റെ പാപം തീരാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചു. മന്ത്രി സമാധാനിപ്പിച്ചു. മരിച്ച ആൾ ഇനി ജീവിച്ചു വരികയില്ലല്ലോ. എന്നാലും ഒന്ന് പറയാം. എൻ്റെ വീട്ടിൽ ഒരു ദിവ്യ സന്യാസി വന്നിട്ടുണ്ട്. നമ്മുടെ പാപം തീരാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. രാജാവിൻ്റെ കൽപ്പനപ്രകാരം മന്ത്രി സന്യാസിയെ കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാം കേട്ട ശേഷം ഒരു ഹോമം നടത്താനാണ് സന്യാസി ഉപദേശിച്ചത്. ആരും അറിയാതെ ഒരിടത്തു വച്ച് സന്യാസി ഹോമം നടത്തി. രാജാവും മന്ത്രിയും കാലേക്കുട്ടി അവിടെ എത്തി. ഹോമം കഴിഞ്ഞ ഉടൻ സന്യാസി ഭോജരാജകുമാരനെയും കൊണ്ട് രാജാവിൻ്റെ അടുത്തു ചെന്നു. രാജാവ് വളരെ സന്തോഷിച്ച് കുമാരനെ യുവരാജാവായി വാഴിച്ചു. മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് സന്യാസി വേഷത്തിൽ മന്ത്രിയുടെ പത്നിയാണ് വന്നിരുന്നതെന്ന് രാജാവ് സംശയിച്ചതേയില്ല. മുഞ്ചരാജാവിനോടുള്ള അസൂയ കൊണ്ട് ത്രികലിംഗ രാജാവായ തൈലപൻ യുദ്ധത്തിന് വന്നു. എന്നാൽ രാജകുമാരൻ്റെ യുദ്ധസാമർഥ്യം കൊണ്ട് തൈലപന് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അയാൾ രാജാവിനെ തടവുകാരനാക്കി. രാജാവ് തടവിൽ കിടന്നു മരിച്ചു പോവുകയും ചെയ്തു. ഭോജരാജൻ തൈലപനോട് പകരം വീട്ടാൻ നിശ്ചയിച്ചു. അദ്ദേഹം വളരെയേറെ സൈന്യങ്ങളെയും കൊണ്ട് ത്രികലിംഗ രാജ്യം ആക്രമിച്ച് കീഴടക്കി തൈലപനെ കൊന്നുകളഞ്ഞു. പിന്നീട് ഭോജരാജൻ പല നാടുകളും കീഴടക്കി ചക്രവർത്തിയായിത്തീർന്നു. ധർമ്മപുരി എന്ന തൻ്റെ തലസ്ഥാന നഗരത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ധർമ്മപ്രകാരം നാടുഭരിച്ചു. നീതിവാക്യൻ എന്ന മന്ത്രിയും സഹായത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം ചക്രവർത്തിയും മന്ത്രിയും ഭടന്മാരും കൂടി നായാട്ടിന് പുറപ്പെട്ടു. ഭയങ്കരമായ കാട്ടിൽ വേട്ടയാടി അവർ മടങ്ങി വരുന്ന സമയത്ത് ശരവണഭട്ടൻ എന്ന ബ്രാഹ്മണൻ്റെ ചോളവയലുകളിലൂടെ കടന്നുപോയി. ബ്രാഹ്മണൻ വയലിൻ്റെ നടുവിലുള്ള ഏറുമാടത്തിൽ കാവലിരിക്കുകയായിരുന്നു. വേട്ടയാടി തളർന്നു വരുന്ന രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട് ബ്രാഹ്മണൻ ക്ഷണിച്ചു. നിങ്ങൾക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ടെന്ന് കണ്ടാൽ തോന്നുന്നു. ഈ വയലിലുള്ള ചോളമണികളും വെള്ളരിക്കയും തിന്ന് വിശപ്പടക്കാം. രാജാവും ഭൃത്യന്മാരും ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ ചോളവും വെള്ളരിക്കയും തിന്നാൻ തുടങ്ങി.
ആ സമയത്ത് ബ്രാഹ്മണൻ ഏറുമാടത്തിൽ നിന്നിറങ്ങി അവരുടെ അടുത്തു വന്ന് ഉറക്കെ അലറി, എന്തധികാരമുണ്ടായിട്ടാണ് നിങ്ങൾ എൻ്റെ വയലിൽ കടന്ന് വിളകൾ തിന്നുന്നത്? കടന്നു പോകുവിൻ. രാജാവ് പരിഭ്രമിച്ചു. അദ്ദേഹവും ഭൃത്യന്മാരും വയലിൽ നിന്ന് കയറി. ബ്രാഹ്മണൻ ഏറുമാടത്തിലേക്ക് തന്നെ പോയി. അവിടെ എത്തി ഇരുന്ന ഉടൻ ബ്രാഹ്മണന്റെ ഭാവം മാറി. എന്താണ് നിങ്ങളാരും ചോളവും വെള്ളരിക്കയും തിന്നാതെ പോകാൻ ഭാവിക്കുന്നത്? ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? അത് കേട്ട് രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ബ്രാഹ്മണൻ ഏറുമാടത്തിലിരിക്കുമ്പോഴും പുറത്തിറങ്ങി വരുമ്പോഴും രണ്ടു തരത്തിലാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? മന്ത്രി അഭിപ്രായപ്പെട്ടു, ഏറുമാടത്തിൻ്റെ ചുവട്ടിൽ എന്തോ അത്ഭുത രഹസ്യമുണ്ട്. അങ്ങ് സമ്മതം തന്നാൽ നമുക്ക് ആ സ്ഥലം പരിശോധിക്കാം. രാജാവ് ബ്രാഹ്മണനെ വിളിച്ച് ആ വയൽ തനിക്ക് തരണമെന്നും പകരമായി അതിനേക്കാൾ ഇരട്ടി നല്ല വയലുകൾ സമ്മാനിക്കാമെന്നും പറഞ്ഞപേക്ഷിച്ചു. ബ്രാഹ്മണൻ സമ്മതിച്ചു. രാജാവ് ആ വയൽ കിളപ്പിച്ചു. കുറെ കിളച്ചു ചെന്നപ്പോൾ പണിക്കാരുടെ തൂമ്പ ലോഹത്തിന്മേൽ തട്ടി. മണ്ണു നീക്കി നോക്കിയപ്പോൾ രത്നങ്ങൾ പതിച്ച ഒരു സ്വർണ്ണ സിംഹാസനം കണ്ടെത്തി. കാലപ്പഴക്കം കൊണ്ട് തിളക്കം കുറഞ്ഞിരുന്നുവെങ്കിലും ധാരാളം കൊത്തുപണികളുള്ള ഭംഗിയേറിയ ഒരു സിംഹാസനമായിരുന്നു അത്. അതിൻ്റെ 32 പടികളിൽ ജീവനുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന സ്ത്രീരൂപത്തിലുള്ള 32 മരപ്പാവകൾ നിന്നിരുന്നു. രാജാവ് സിംഹാസനം തേച്ചുമിനുക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആസ്ഥാന മണ്ഡപത്തിൽ വെച്ചു. നല്ല ദിവസവും നല്ല സമയവും നോക്കി അദ്ദേഹം സിംഹാസനത്തിലേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ പടികളിൽ നിൽക്കുന്ന മരപ്പാവകൾ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. രാജാവും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരും പരിഭ്രമിച്ചുപോയി. രാജാവ് ഉടൻ ബഹുമാനത്തോടെ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? മനുഷ്യ സ്ത്രീകളോ ദേവസ്ത്രീകളോ അതോ മരപ്പാവകളോ? നിങ്ങൾ എന്തിനാണ് എന്നെ പരിഹസിച്ചു ചിരിച്ചത്? അപ്പോൾ ആദ്യത്തെ പടിമേൽ നിൽക്കുന്ന വിനോദ രഞ്ജിതവല്ലി എന്ന പാവ ഉപദേശിച്ചു, അങ്ങ് വലിയ ചക്രവർത്തി തന്നെ. എന്നാൽ സാധാരണ മനുഷ്യർക്ക് കയറാൻ പാടില്ലാത്ത ഈ ദിവ്യ സിംഹാസനത്തിന്മേൽ അങ്ങ് കയറിയാൽ അങ്ങയുടെ തല പൊട്ടിത്തെറിച്ചു പോവും. ഞങ്ങൾ വെറും മരപ്പാവകളല്ല, അപ്സരസ്സുകളാണ്. അങ്ങ് ഇതിന്മേൽ കയറി നശിക്കരുതെന്ന് കരുതിയാണ് ഞങ്ങൾ ചിരിച്ചത്. അത് കേട്ട് രാജാവ് നന്ദി പറഞ്ഞ് വീണ്ടും ചോദിച്ചു, ഈ ദിവ്യ സിംഹാസനത്തിന്മേൽ ആരാണ് ഇരുന്നിരുന്നത്? അദ്ദേഹത്തിന് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരുന്നു? പാവ മറുപടി പറഞ്ഞു, പ്രതാപിയും ധർമ്മിഷ്ഠനും നീതി നിപുണനും അപരാജിതനും കീർത്തിശാലിയുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടേതാണ് ഈ സിംഹാസനം. അദ്ദേഹത്തെ പോലെ ഭൂമിയിൽ ആരുമുണ്ടായിട്ടില്ല. 2000 കൊല്ലം അദ്ദേഹം നാടുവാണു. അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ 1000-ലൊരംശം യോഗ്യതയുണ്ടോ? ഭോജരാജൻ തലയാട്ടി. വിക്രമാദിത്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നും യോഗ്യതയില്ല. അദ്ദേഹത്തിൻ്റെ അത്ഭുത കഥകൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറഞ്ഞു തരണം. ഒന്നാമത്തെ സാലഭഞ്ജിക അത് കേട്ട് സന്തോഷത്തോടെ കഥ പറഞ്ഞു തുടങ്ങി.